CEDAW is associated with? CEDAW. അതൊരു ഓർഗനൈസേഷനാണ്, അതൊരു ടേമാണ്, അതൊരു അക്രോണിമാണ്. അക്രോണിം എന്ന് പറയുമ്പോൾ അതിനെ വിപുലീകരിച്ച് കഴിഞ്ഞാൽ വേറൊരു വേർഡായിട്ട് മാറും. ഇതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി തരികയാണ്. CEDAW എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കുക. ഇതിൽ W മാത്രം എന്താണെന്ന് ഞാനിവിടെ പറയാം. അതിൻ്റെ ഡബ്ല്യുവിൻ്റെ ഫുൾ ഫോം വിമൺ ആണ്. അപ്പോൾ വിമണുമായി അസോസിയേറ്റ് ചെയ്തൊരു ടേമാണ് CEDAW. അപ്പോൾ CEDAW എന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻസർ 25ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്? ഏത് വർഷമാണ് RTI ആക്ട് നിലവിൽ വന്നത്? RTI ആക്ട് നിലവിൽ വന്ന വർഷം 2005 2005. RTI ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 2005. ഏത് തീയതിയാണെന്ന് നോക്കി വെക്കുക, ഏത് തീയതിയാണെന്ന് സെർച്ച് ചെയ്തിട്ട് എഴുതുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005. 26 ആൻസർ ഡി. 27. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദി ബുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ്? നിങ്ങൾക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള, നാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ച് ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഈ താഴെ പറയുന്നവയിൽ ആരാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ് ബുക്ക് എഴുതിയത്? നമുക്ക് ഈ താഴെ പറയുന്നതിൽ ആകെ നമ്മൾ കേട്ടിട്ടുള്ളത് VR കൃഷ്ണയ്യർ ആയിരിക്കും. ഉത്തരവും VR കൃഷ്ണയ്യരാണ് ആൻസർ. VR കൃഷ്ണയ്യറിൻ്റെ ബുക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ്. 27 ആൻസർ ഈ സി. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഫേമസ് ആയിട്ടുള്ള ബാക്കിയുള്ള ബുക്കുകളും നോക്കി വെക്കുക. അത് എഴുതിയ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങളുടെ സ്വന്തം നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. കാരണം അൾട്ടിമേറ്റ്ലി പരീക്ഷയുടെ സമയത്ത് ഇത് ഓർമ്മയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 27 ആൻസർ ഈസ് സി. 28. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് സിവിൽ സർവീസ്? അപ്പോൾ സിവിൽ സർവീസിൻ്റെ ഫങ്ഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലാത്തത്? നോട്ട് എ ഫങ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ കുറേ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഫങ്ഷൻ സിവിൽ സർവീസിൻ്റെ ഫങ്ഷൻ അല്ല. ഓപ്ഷൻ എ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസീസ്. ശരിയാണ്. സിവിൽ സർവൻസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. അവർ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തുന്നു. ഇപ്പം ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വന്നു. എങ്ങനെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വരുന്നത്? നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി യൂണിയൻ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ കൊണ്ടുവരുന്നു. അദ്ദേഹം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി സെൻട്രൽ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ യൂണിയൻ ഗവൺമെൻറ്റിൽ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററിൻ്റെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ മിനിസ്റ്ററിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ പിന്നീട് താഴേക്ക് വരുമ്പോൾ അത് ഒഫീഷ്യലായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് മുതൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരിലൂടെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് വരും, അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസി ശരിയാണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, ഓക്കെ. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ, നിയമത്തിൻ്റെ ഒരു സബ് റൂൾസ് കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ബ്യൂറോക്രസി അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ സി, മൊബിലൈസ് ഒപ്പോസിഷൻ ടു ദി ഗവൺമെൻറ്. ഡി, ക്യാരിയിങ് ഔട്ട് സോഷ്യൽ സർവീസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഗവൺമെൻറ്റിനെതിരെ ഒന്നും ഒരു ഗവൺമെൻറ് സ്റ്റാഫിന് ഒപ്പോസിഷൻ മൊബിലൈസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒപ്പോസിഷൻ കൊണ്ടുവരുന്നത് ഒപ്പോസിഷൻ പാർട്ടീസ് ആയിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സിസ്റ്റത്തെ വിമർശിക്കുന്നതിന് പരിധിയുണ്ട്. അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിന് എതിരായിട്ടുള്ള കാര്യമാണ്. അപ്പം മൊബിലൈസ് ഒപ്പോസിഷൻ ടു ഗവൺമെൻറ് എന്നുള്ളത് തെറ്റാണ്. കാരണം സിവിൽ സർവീസ് തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള സർവീസാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. 28 ആൻസർ 28 ആൻസർ ഈസ് സി. 29. Which among the following is are correct regarding the objective of NEGP as articulated in vision statement? അപ്പം NEGP വിഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, ടു ബ്രിങ് പബ്ലിക് സർവീസ് ക്ലോസർ ടു ഹോം ടു സിറ്റിസൺ. 2, ensure efficiency and transparency. Option C, service at free of cost.
അപ്പോൾ NEGP എന്ന് പറയുന്നത് നമ്മുടെ ഗവർണൻസിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന NEGPയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ അതിനകത്ത് വിഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ ഫീച്ചേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ആ ഫീച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ആദ്യത്തത് ടു ബ്രിങ് പബ്ലിക് സർവീസ് ക്ലോസർ ഹോം ടു സിറ്റിസൺസ്. അപ്പോൾ സിറ്റിസൺസിലേക്ക് ഒരു സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ, പൗരന്മാരെ മുൻനിർത്തിയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ, അത്തരത്തിലുള്ള ഒരു ഗവർണൻസ്, അത്തരത്തിലുള്ള ഒരു ഭരണ നിർവഹണം, ഇതൊക്കെ NEGP പോളിസിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഗവർണൻസിൻ്റെ ഭാഗമാണ്. എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓഫീസിൽ പോവാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനമൊക്കെ എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഒക്കെ ഉറപ്പ് നൽകുന്നു. സർവീസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിർവഹിക്കപ്പെടുന്നു, അത് തെറ്റാണ്. കാരണം എന്താ? അതിനൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ആൻസർ ബി, ഓൺലി 1 and 2. Which among the following is or are correct regarding the function of political parties? താഴെ പറയുന്നവയിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, 2 കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, 3 കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഫംഗ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഫംഗ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് എന്തിന് ഫോം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൊളിറ്റിക്കൽ പാർട്ടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പവർ ഗെയിൻ ചെയ്തിട്ട് ആ പവറിൽ ഇരുന്നു കൊണ്ട് അവരുടെ പോളിസീസ് നടപ്പിലാക്കുക, ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ അത് സോഷ്യലൈസേഷനും പാർട്ടിസിപ്പേഷനും ഉള്ള ഫംഗ്ഷനൊന്നുമല്ല. ഫംഗ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഒന്നും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒഫീഷ്യൽ ഫംഗ്ഷനായിട്ട് വരുന്നില്ല. ആകെ വരുന്നത് എന്താണ്? ആൻസർ ഈസ് ഓൺലി 3, ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അവരുടെ എയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫംഗ്ഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഇപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ്, അങ്ങനെ നമുക്ക് വിവിധ ഓർഗനൈസേഷൻ കാര്യം ഒക്കെ ഉണ്ട്, ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഈ പറയുന്ന പോലെ സോഷ്യലൈസേഷൻ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഇത് ചെയ്യുന്നത്. നമുക്ക് പ്രൈമ ഫെസയിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് കണ്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെയാണോ എന്ന് തോന്നും, പക്ഷെ തെറ്റാണ്. എന്താണ് കറക്റ്റ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ 30ന്റെ ആൻസർ ഓൺലി 3 ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെയിം ദ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് to incentivize creation of new employment along with the social security benefits and restoration of loss of employment during COVID-19 pandemic. ഇത് സിവിക്സിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് സ്കീമാണ് COVID-19 പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് റീസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നത്? ഏത് സ്കീമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രധാനമന്ത്രി റോസ്ഗർ പ്രോത്സാഹൻ യോജന, ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന, ഓപ്ഷൻ സി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, ഓപ്ഷൻ ഡി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ നിങ്ങളൊരു എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ സമീപിക്കേണ്ടത് ഈ ഓരോ സ്കീംസും ഹെഡിങ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓരോ സ്കീം തുടങ്ങിയത് എന്താണ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് ആർക്കാണ് ലഭിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് recently announced a reduction in the age limit of old age pensions from 60 to 50 with a specific focus on tribal and Dalits in order to enhance financial support for marginalized communities within the state? ഏത് സംസ്ഥാനമാണ് അടുത്തിടയ്ക്ക് ഓൾഡ് ഏജ് പെൻഷൻ പ്രായം 60-ൽ നിന്നും 50-ലേക്ക് കുറച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുവാൻ. ഇതും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഓൾഡ് ഏജിനെ കുറിച്ച് പഠിക്കുവാനുണ്ട്, അതുപോലെ തന്നെ
വൾണറബിൾ സെക്ഷൻസിനെ കുറിച്ച് പഠിക്കുവാനുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ 60 നിന്നും 50 പെൻഷൻ പ്രായം കുറച്ച സംസ്ഥാനം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ജാർഖണ്ഡ് ആണ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്, ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ഒറീസയാണ്, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ 32 ആൻസർ ഈസ് എ, ജാർഖണ്ഡ്. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The public agreement between citizens and service delivery providers that clearly codify expectations and standards in the realm of service delivery. Identify the public agreement. അപ്പോൾ ഈ പറയുന്ന എഗ്രിമെന്റ് ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ കാര്യമാണ്? മാനിഫെസ്റ്റോ ആണോ, സിറ്റിസൺ ചാർട്ടർ ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, പൊതു താല്പര്യാർത്ഥ ഹർജി അല്ലെ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 33ന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിറ്റിസൺ ചാർട്ടർ ആണ്. 33 ആൻസർ ഈസ് ബി. NSSO സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, ഇത് PSC ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നും ചിലതിൻ്റെ അകത്ത് ആൻസർ വന്നിരുന്നു, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നും വന്നിരുന്നു. അതായത് ഓപ്ഷൻ എ ഓർ സി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്, NSSO. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ ചോദ്യത്തിൽ വന്നിരുന്നു. അപ്പോൾ NSSOയുടെ ഫുൾ ഫോം എന്താണ് എന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഉത്തരം 34 ആൻസർ സി ആണ്. അപ്പോൾ ചിലയിടത്തൊക്കെ നിങ്ങൾക്ക് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നും കാണാൻ കഴിയും ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ NSSOയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. NSSO തുടങ്ങിയ വർഷം എന്താണ്, NSSO ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അപ്പോൾ NSSOയുടെ ഫുൾ ഫോം എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ കുറിച്ച് വെക്കുക. ഓക്കെ. The Attapadi Soil Conservation Project in Kerala is getting assistance from. അപ്പോൾ കേരളത്തിലെ അട്ടപ്പാടി സോയിൽ കൺസർവേഷൻ പ്രൊജക്റ്റ് എന്തിൻ്റെ അസിസ്റ്റൻസിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ദ ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയാണ്, JICA അല്ലെ. 2 ദ ഡാനിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് സ്വിസ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ജർമ്മൻ ഏജൻസി ഫോർ ടെക്നിക്കൽ കോപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദ ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി, JICA. അപ്പോൾ 35ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 36. വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ദി ബർത്ത് പ്ലേസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് തിയറി ഇൻ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷനിലെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത്, ആ ഹ്യൂമൻ റിലേഷൻ തിയറി ഉദയം കൊണ്ടത് താഴെ പറയുന്നവയിൽ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൊതുഭരണമാണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേ തിയറീസ് നമുക്ക് പഠിക്കുവാനുണ്ട്. അതിൻ്റെ അകത്തൊരു തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി. അതിന് മുമ്പുള്ളൊരു തിയറി ആയിരുന്നു സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്. ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വർക്കേഴ്സിന്റെ വർക്ക് ലൈഫ് ബാലൻസിനൊന്നും സയന്റിഫിക് മാനേജ്മെന്റിൽ ഒരു സ്ഥാനവും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നീട് വന്ന ഒരു തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആ സ്ഥാപനത്തിലുള്ള ജോലിയുടെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് കണ്ടെത്തിയ ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹ്യൂമൻ റിലേഷൻസ് തിയറി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഉദയം കൊണ്ടത് ഹോത്രോൺ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിലാണ്. ഹോത്രോൺ എക്സ്പെരിമെന്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ 36ന്റെ ആൻസർ ഡി ആണ്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ നമ്മൾ കണ്ടത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സിവിക്സുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഏകദേശം 10-40ഓളം ചോദ്യങ്ങൾ നമ്മൾ നിരവധി പരീക്ഷയിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 5 ചോദ്യങ്ങളാണ് സിവിക്സുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമിന് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഏരിയ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ കണ്ടു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി മുതലായ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ റിറ്റുകൾ
CPMHQ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. സെറിഷ്യോററി, പ്രൊഹിബിഷൻ, മെൻഡാമസ്, ഹേബിയസ് കോർപ്പസ്, കോവാറണ്ടോ, ഇങ്ങനെ റിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടു. ആർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോക്സോ പഠിച്ചെങ്കിൽ ആ പോക്സോയുമായി ബന്ധപ്പെട്ട വിവിധ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാനാണ് പോകുന്നത്. സിലബസിൻ്റെ ഓരോ കീവേഡും എടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ സിലബസിലെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് പിന്നീട് കടക്കും. അപ്പോൾ ആദ്യം നമ്മളൊരു ബേസിക് ഐഡിയാസ് സിലബസുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇങ്ങനെ 3 ടോപ്പിക്കുകൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യം എന്താണ് എന്ന് പറഞ്ഞു പോകും. അങ്ങനെ നമ്മൾ സിലബസ് ഒരു 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ലെജിസ്ലേച്ചറിൽ മെയിൻ ആയിട്ടുള്ള ലെജിസ്ലേച്ചർ എന്താണ്, നാഷണൽ ലെജിസ്ലേച്ചർ, പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. എക്സിക്യൂട്ടീവിൻ്റെ അകത്ത് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ബേസിക് കോൺസെപ്റ്റ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.